നിയമസഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന കേരളത്തിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ പൊളിറ്റിക്കൽ വാർത്ത എന്നത് നമ്മുടെ 2020യും അതുപോലെ BJPയും കൈകോർത്തിരിക്കുന്നു എന്നതാണ്. സാബു ജേക്കബ് നയിക്കുന്ന 2020 NDAയിൽ ഔദ്യോഗികമായി അംഗമായിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇതൊരു വലിയ രാഷ്ട്രീയ നേട്ടമായാണ് രാജീവ് ചന്ദ്രശേഖർ ഉയർത്തിക്കാണിക്കുന്നത്. പ്രത്യേകിച്ച് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ, പ്രത്യേകിച്ച് കേരളത്തിന്റെ മധ്യഭാഗത്ത് എറണാകുളം, ഇടുക്കി പോലുള്ള പ്രദേശങ്ങളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഈ 2020യുമായുള്ള അലയൻസ് കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വയ്ക്കുന്നത്. യഥാർത്ഥത്തിൽ അവിടെ രണ്ട് പാർട്ടിയുടെ ഒരു സംഗമമല്ല നടന്നിരിക്കുന്നത്, മറിച്ച് രണ്ട് കോർപ്പറേറ്റ് മുതലാളിമാർ ചേർന്ന് ഒരു രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. നമ്മുടെ ബാംഗ്ലൂരു അടിസ്ഥാനമാക്കിയുള്ള വ്യവസായിയായ രാജീവ് ചന്ദ്രശേഖറും കൊച്ചി അടിസ്ഥാനമാക്കിയുള്ള വ്യവസായിയായ സാബു എം ജേക്കബും കൈകോർത്തിരിക്കുന്നു എന്ന് വേണം ഇതിനെ ഒറ്റ വാക്കിൽ പറയാൻ. ഇത് ഇത്തരമൊരു സഖ്യം കൊണ്ട് എന്താണ് BJPക്ക് ഉണ്ടാവാൻ പോകുന്ന നേട്ടം, അതല്ലെങ്കിൽ എന്താണ് 2020ക്ക് ഉണ്ടാവാൻ പോകുന്ന നേട്ടം എന്നുള്ളതാണ് നമുക്ക് അനലൈസ് ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒട്ടും തന്നെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. തിരുവനന്തപുരം കോർപ്പറേഷനിലുണ്ടായ വിജയത്തെ രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു കഴിവ് കൊണ്ട് മാധ്യമങ്ങൾ പലതും ഏറ്റെടുത്ത് കേരളത്തിൽ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കി എന്ന തരത്തിൽ വാർത്തകളൊക്കെ വന്നുവെങ്കിലും യാഥാർത്ഥ്യം മറിച്ചായിരുന്നു. യഥാർത്ഥത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന പലയിടങ്ങളിലും ഉണ്ടായിരുന്ന മേൽക്കൈ പോലും BJPക്ക് നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് ഉണ്ടായത്. പന്തളം, അതുപോലെ കൊടുങ്ങല്ലൂർ, പാലക്കാട് എന്നിങ്ങനെ RSSന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള, പരമ്പരാഗതമായി RSS ശക്തിപൂർവ്വം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പല മേഖലകളിലും BJPക്ക് വോട്ട് ലഭിച്ചില്ല. അതായത് കുറെ കാലമായി പറഞ്ഞു കേട്ട് വരുന്ന കേരളത്തിലെ RSSും BJP നേതൃത്വവും തമ്മിലുള്ള ഒരു അകൽച്ച അത് വളരെ വ്യക്തമായി കാണുന്ന നിലയിൽ തന്നെയായിരുന്നു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. അതിനുശേഷം ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെയുള്ള വിജയത്തെ തന്റെ വിജയമായി ഉയർത്തിക്കാട്ടാനും തിരുവനന്തപുരത്തെ എലൈറ്റ് ക്ലാസ് വോട്ടർമാർക്ക് ഉചിതയായ വ്യക്തി എന്നുള്ള നിലയിൽ മുൻ IPSകാരിയെ മേയറാക്കാനും രാജീവ് ചന്ദ്രശേഖർ കിണഞ്ഞു ശ്രമിച്ചു. എന്നാൽ RSS നേതൃത്വത്തിന്റെ ഒരു പിടിവാശി കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു തീരുമാനത്തിന്റെ ബലമായാണ് നിലവിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ ലിസ്റ്റിലില്ലാത്ത ഒരാൾ അവിടെ മേയറായിരിക്കുന്നത്. ഇതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങൾ രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ കുറെ കാലമായി ഒരു കോർപ്പറേറ്റ് മുതലാളി ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തെ നടത്തിക്കൊണ്ടുപോകുന്ന രീതിയിലാണ് BJPയിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും എന്നാണ് ഏറെക്കാലമായി RSSുമായി അടുത്ത ബന്ധമുള്ള BJPക്കാർ പാർട്ടിക്കുള്ളിൽ തന്നെ പറയുന്ന അഭിപ്രായങ്ങൾ. അതിന്റെ ഒരു തുടർച്ചയെന്ന് വേണം കാണാൻ ഈ രണ്ട് മുതലാളിമാരുടെ സഖ്യം. യഥാർത്ഥത്തിൽ 2020 എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം അതൊരു NGO പോലെയാണ് ഇതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതായത് കിറ്റെക്സിന്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട്, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ചില പ്രവർത്തനങ്ങൾ കുന്നത്തുനാട് കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുകയും കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റിനെതിരായി പൊതുവെ കാലാകാലമായി ശ്രീനിവാസൻ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന തരത്തിലുള്ള ചില വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുക എന്നതായിരുന്നു നാളിതുവരെയുള്ള അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. കൂടാതെ പ്രാദേശികമായുള്ള ഇടതുപക്ഷ MLAയുമായിട്ടുള്ള തികച്ചും പ്രാദേശികമായിട്ടുള്ള ചില വിഷയങ്ങൾ, ഇതൊക്കെയായിരുന്നു 2020യുടെ വേദികളിലെല്ലാം തന്നെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ പോലും പറഞ്ഞുകൊണ്ടിരുന്നത്. നിലവിൽ NDAയിൽ അംഗമാകുന്നതോടുകൂടി വിശാലമായ രീതിയിൽ രാഷ്ട്രീയം പറയേണ്ടി വരുന്നു എന്നുള്ള ഒരു ഗതികേടിലേക്കാണ് സാക്ഷാൽ സാബു മുതലാളി പോകാൻ പോകുന്നത്. അതായത് BJP ഭരണത്തിന്റെ കീഴിൽ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ അവിടെ സ്റ്റേറ്റ് ഭരിക്കുന്നത് BJPയാണ്, കേന്ദ്രം ഭരിക്കുന്നത് BJPയാണ്. അത്തരം ഇടങ്ങളിൽ ക്രിസ്ത്യാനികൾക്കെതിരായി നടക്കുന്ന ആക്രമണം, അതിന് തന്നെ ആവണം ഒരു ക്രിസ്ത്യൻ പാർട്ടി എന്നൊക്കെയുള്ള നിലയിൽ വോട്ടുകൾ സമാഹരിക്കാൻ കഴിയും എന്ന് പറയുന്ന 2020 ആദ്യം അഭിമുഖീകരിക്കേണ്ടി വരുന്ന രാഷ്ട്രീയ വിഷയം, ഇത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇതുവരെ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ലാത്ത സാബു ജേക്കബും, അതുപോലെ ഇതുവരെ രാഷ്ട്രീയം പറഞ്ഞിട്ടില്ലാത്ത സാബു ജേക്കബിന്റെ പാർട്ടിയിലെ നേതാക്കന്മാരും ഇനി മുതൽ എങ്ങനെയാണ് ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങളെ അഡ്രസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് തന്നെ
കാണേണ്ട ഒരു വസ്തുതയാണ്. ഇനി BJPയുടെ ഭാഗത്ത് നോക്കാം. ഇങ്ങനെ ഒരു പ്രാദേശികമായ ഒരു കോസിന്റെ പേരിൽ രൂപപ്പെട്ട ഒരു NGO പോലുള്ള ഒരു സംഘടന, അതിന്റെ എല്ലാവിധ കാര്യങ്ങളും തീരുമാനിക്കുന്നത് സാബുവാണ്. ഈ സാബു ആട്ടെ നിലവിൽ BJPയുമായി അലയൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറുമായാണ്. അങ്ങനെ വരുമ്പോൾ പ്രാദേശിക തലത്തിൽ ഈ 2020യുടെ പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കൾ, അവിടെയുള്ള പരമ്പരാഗതമായി പ്രവർത്തിച്ചു വരുന്ന BJP RSS പ്രവർത്തകരും നേതാക്കളോടും ഒപ്പം ചേർന്നുകൊണ്ട് എങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനമൊക്കെ നടത്താൻ കഴിയും എന്നുള്ള സംഘടനാപരമായ ഒരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നു. അതായത് കേരളത്തിലെ പല രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കും ഇവിടെയുള്ള നേതാക്കന്മാരുമായോ RSS നേതൃത്വമായോ ചർച്ച ചെയ്യാതെ നേരിട്ട് മോദിയെ വിളിക്കുന്ന രാജീവ് ചന്ദ്രശേഖറിന്റെ അതേ ശൈലിയിലേക്ക് നേരിട്ട് രാജീവ് ചന്ദ്രശേഖരനെ വിളിക്കുന്ന തരത്തിലേക്ക് സാബു കൂടി പ്രവർത്തിക്കുമ്പോൾ ആ ഒരു രാഷ്ട്രീയമായി യോജിച്ചു പോകുന്ന എത്രത്തോളം ശ്രമകരമായിരിക്കും എന്നുള്ളതാണ് അടുത്ത വിഷയം. ഇനി ഇവർ സമാഹരിക്കുന്ന വോട്ടുകളാണ്, പ്രത്യേകിച്ച് കോൺഗ്രസിന് ലഭിച്ചുകൊണ്ടിരുന്ന വോട്ടുകൾ, അതാണ് പ്രധാനമായും 2020 സമാഹരിച്ചുകൊണ്ടിരുന്നത്. അതിൽ അവർ പറഞ്ഞുകൊണ്ടിരുന്ന, ഒരുപക്ഷെ കോൺഗ്രസ് പറയുന്നതിനേക്കാൾ തീവ്രമായി പറയുന്ന ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയം ഉൾപ്പെടെയുള്ള ചില സംഗതികളാണ് അവർ മുന്നോട്ട് വെച്ചുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ അത് BJPയുമായി ഒരു തുറന്ന രാഷ്ട്രീയ ബന്ധം എന്ന നിലയിലേക്ക് പോകുമ്പോൾ ആ വോട്ടുകൾ, പ്രത്യേകിച്ച് അത്തരം ക്രിസ്ത്യൻ വോട്ടുകൾ, എത്രത്തോളം ഇവർക്ക് സമാഹരിക്കാൻ ഇനിയും കഴിയും എന്നുള്ളതും ഒരു വലിയ ചോദ്യമാണ്. എന്തായാലും രണ്ട് മുതലാളിമാരുടെ പൊളിറ്റിക്കൽ കോർപ്പറേറ്റ് ധാരണാ സഖ്യം എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാവുന്നതേ ഉള്ളൂ.